അപ്പോൾ നമ്മൾ നമ്മുടെ പൊരിച്ച ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ 1 കിലോൻ്റെ അടുത്ത് ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത്. ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ലോണം വൃത്തിയായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ രുചി അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ശരിയായ രീതിയിൽ കഴുകി വൃത്തിയാക്കാണ്ടൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വയറിളക്കോ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരും. അത് ഞണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഞണ്ട് നന്നായി വാഷ് ചെയ്യുക. വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കഴുകി വൃത്തിയാക്കി നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇത് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അതിലേക്ക് ഞാൻ ഇവിടെ ഒരു 4 മീഡിയം സൈസ് സവോള ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ഒരു 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതേപോലെ ഒരു 4 പച്ചമുളകും പിന്നെ ഒരു മുഴുവനായിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തേക്കുന്നത് ഒരു കുടം തന്നെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇത്തിരി അധികം നിന്നാൽ കറിക്ക് ഞണ്ടിൽ പ്രത്യേക ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 2 ചെറിയ തക്കാളി നീളനെ കനം കുറച്ച് അരിഞ്ഞേക്കാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി മസാലപ്പൊടികളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സവോള വറുത്തെടുക്കാനാണ് പോകുന്നത്. സവോള വറുത്തിട്ടാണ് നമ്മൾ ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സവോള വറുക്കാനായിട്ട് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോള വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിലിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഇത് വറുത്ത് കോരാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ സവോള ഇവിടെ പൊരിച്ച് വറുത്ത് കോരി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഞണ്ട് കുക്ക് ചെയ്യുന്നത് അതേ പാത്രത്തിൽ തന്നെ ചെയ്യാം. പക്ഷേ ഞാനിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ മൺചട്ടിയിലാണ് ഞണ്ട് കുക്ക് ചെയ്യാൻ പോണത്. അപ്പം അതിനേക്കാൾ ഇത്തിരിയും കൂടി വേഗത്തിൽ എളുപ്പത്തിൽ നമ്മുടെ സവോള റെഡിയായി കിട്ടുന്നത് വേറെ പാത്രത്തിലോട്ട് വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ അടികട്ടിയുള്ള പാത്രത്തിലായിരിക്കണം നിങ്ങൾ കുക്ക് ചെയ്യേണ്ടത് ഞണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് വറുത്ത് കോരണമെങ്കിൽ വറുത്ത് കോരാം, കുഴപ്പമില്ല. അപ്പോൾ നോക്കൂ, നമ്മുടെ സവോള മുഴുവൻ നന്നായിട്ട് വറുത്ത് കോരി നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ ഞണ്ട് കുക്ക് ചെയ്യാനായിട്ട് പോകാം. ഇപ്പം ഞാൻ ഒരു മൺചട്ടി ആകുമ്പം നമുക്ക് പിന്നെ ഒരു സംശയവും വേണ്ട, ഫുൾ ഗ്യാരണ്ടിയാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും, ഒരു പ്രശ്നങ്ങളും പാത്രത്തിന് വരാൻ പോകുന്നില്ല ഞണ്ട് ഇട്ടുകൊണ്ട്. അതേസമയം നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കടായിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കുക്ക് ചെയ്യരുത്. ഞണ്ട് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അടികട്ടിയുള്ള പാത്രം തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ മൺചട്ടി ചൂടായി കഴിഞ്ഞ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ആ നമ്മുടെ സവോളയുടെ ബാക്കി എണ്ണയുണ്ടല്ലോ, ആ എണ്ണ ഇതിലേക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ കൂട്ടിട്ടിട്ട് വഴറ്റി തുടങ്ങാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ നേരത്തെ കാണിച്ചു തന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കൂട്ടാണിത്. ഇതാണ് നമ്മൾ എണ്ണ മൂത്ത് കഴിയുമ്പോൾ ആദ്യം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കും, നമ്മുടെ ആ മിക്സ്, അതായത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടുള്ള ആ മിക്സ് ഇവിടെ പച്ചക്കൊത്ത് മാറുന്നത് വരെ മൂപ്പിച്ചുകൊണ്ടിരിക്കണം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, ഞാനിവിടെ ഞണ്ടിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് പുളിവെള്ളമാണ്. അതായത് നമ്മൾ ഞണ്ടിലേക്ക് കുറച്ച് പുളി ആഡ് ചെയ്യുന്നുണ്ട്. പുളി വേണം നമ്മുടെ ഞണ്ട് റോസ്റ്റിന്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൽപ്പുളി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേ എന്താ പറയുക, ഞങ്ങളുടെ ഇതിന് കുടംപുളി എന്നാ പറയുക. പലരുടെ നാട്ടിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ ഈ നമ്മുടെ ഈ കുടംപുളി കുറച്ച് ഉപ്പും കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ പുളി മുഴുവൻ ഉരുക്കിയെടുക്കുകയാണ്. ആ വെള്ളമാണ് നമ്മുടെ ഞണ്ടിലേക്ക് ചാറിന് പകരമായിട്ട് ഒഴിക്കുന്നത്. കണ്ടോ, നമ്മുടെ വെള്ളം അവിടെ തിളച്ച് മറിയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ടിട്ട് നമ്മൾ തിളപ്പിക്കുമ്പോൾ നമ്മുടെ പുളിയിലെ സത്ത് വേഗം ഉരുകി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മൾ തിളപ്പിക്കുന്നത്.
അപ്പോൾ നോക്കൂ, ഞാനിതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ വഴട്ടണം. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നപ്പോൾ ഞാനിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ഇതിലേക്ക് ചേർത്തു. ഇനി ഞാൻ നന്നായി വഴട്ടാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സവോള ചേർത്തപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ, അതായത് തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ചേർന്നപ്പോൾ സാധാരണ നമ്മൾ വയ്ക്കുന്ന അല്ലെങ്കിൽ മൂപ്പിച്ചെടുക്കുന്ന മണത്തിനേക്കാളും ഒരു വ്യത്യസ്തത നമുക്ക് ഇങ്ങനെ ചേർക്കുമ്പോൾ ഫീൽ ചെയ്യും. നിങ്ങൾ ചെയ്ത് നോക്കി നോക്കും, നിങ്ങൾക്കും എന്തായാലും അത് മനസ്സിലാവും. അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി, ഫ്രഷ് കറിവേപ്പില കേട്ടോ, അതും കൂടി ചേർക്കുന്നുണ്ട്. നന്നായി വഴറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായി വഴറ്റണം. നമ്മുടെ സബോള അധികം വഴറ്റേണ്ട ആവശ്യം നമുക്ക് വരില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വറുത്തിട്ടാണല്ലോ ചേർക്കുന്നത്. പക്ഷേ സബോളയും നമ്മുടെ തക്കാളിയും കൂടി ഒരുമിച്ച് ഇട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറെ സമയം വഴറ്റേണ്ടി വരും. അപ്പോൾ ഇതിൽ ഇപ്പം തക്കാളി വെന്ത് ഉടഞ്ഞ് വഴണ്ട് വരുന്ന സമയം മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ ശരിക്കും. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് മാറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളും കുറേശ്ശെയായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ആ മഞ്ഞൾപ്പൊടി അവിടെ മൂത്ത് പച്ചക്കുത്ത് മാറി വരുമ്പോൾ നമുക്കിനി ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം ഇവിടെ 1 ടേബിൾ ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും, അതായത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും, 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും, അതേപോലെ ഗരം മസാല വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാലയാണ്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം മീറ്റ് മസാല നമ്മൾ പുറമേ നിന്ന് വാങ്ങണം, നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളൊക്കെ നമ്മൾ നമ്മുടെ ക്രാബിലോട്ട് ഇടാൻ പോവാണ്. അപ്പം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായി വഴറ്റി പരിവാക്കണം. കാരണം ഇതിൽ കാശ്മീരി മുളക് പൊടിയുടെ അംശമുള്ളത് കൊണ്ട് കുറച്ച് സമയം എടുക്കും അതിൻ്റെ കുത്തൊന്ന് മാറണമെങ്കിൽ. അപ്പം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് നന്നായി മൂപ്പിക്കണം ചെറുതീരിട്ടിട്ട്. നമ്മൾ ക്രാബൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പൈസി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് തന്നെ നമ്മുടെ ക്രാബൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇച്ചിരി കൂടുതൽ അളവിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കുത്തൊക്കെ മാറി എല്ലാം നല്ല പരുവത്തിന് നല്ല സ്മെല്ലോട് കൂടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഞണ്ടിലേക്കുള്ള ചാറാണ്. അപ്പോൾ ചാറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ കുടപ്പുളി ഉരുക്കിയ ആ വെള്ളമാണ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. നമ്മുടെ കുടപ്പുളി ഉരുക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ക്രാബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിതിലേക്ക് ക്രാബ് ഇട്ട് കൊടുത്തു, അതായത് ഞണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷും വായിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിക്കോളും. ചില നേരത്തെ വാക്കുകൾക്ക് ഒരു തപ്പലും തടവിലൊക്കെ വരുന്നത് അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു സ്വല്പം, അതായത് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, പുളിവെള്ളം ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഇനി വേവിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ഇത് ചാറൊന്ന് തൊട്ട് നോക്കിയപ്പം എല്ലാം എരിവും പുളിയും അതുപോലെ എല്ലാതും ബാലൻസ് ചെയ്തിട്ട് വന്നേക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു സ്വല്പം വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ഒരു സ്വല്പം മാത്രം ഒഴിച്ചാൽ മതി. അത് ഒഴിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ ഞണ്ട് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും അത് ഒഴിച്ച് കഴിഞ്ഞാൽ, അത്രയും സോഫ്റ്റ് ആയിപ്പോവും. അപ്പോൾ നിർബന്ധമില്ല, അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിത് അടച്ചു വെച്ച് വേവിക്കുന്നത്. അടച്ചു വെച്ച് വേവിക്കുമ്പം നമ്മുടെ ഞണ്ടിൽ നിന്നുള്ള വെള്ളവും കൂടി ഊറും. അപ്പോൾ ശരിക്ക് പുളിയുടെ വെള്ളവും അതുപോലെ നമ്മുടെ ഞണ്ടിൻ്റെ വെള്ളത്തിൻ്റെ ഒരു കോമ്പോയും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിനി വിനാഗിരി ഒഴിച്ചിട്ട് അടച്ചു വെക്കട്ടെ കേട്ടോ. ഇതാ ഇവിടെ നോക്കൂ, കണ്ടോ നമ്മുടെ ആ ക്രാബിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങിയിട്ട് ഇപ്പം നമ്മുടെ വെച്ച രൂപത്തിലല്ല ഇപ്പോൾ ക്രാബ് ഇരിക്കുന്നത്, അതിന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചാറ് മുഴുവൻ ക്രാബിൻ്റെ വെള്ളം കൂടി ചേർന്ന് നല്ല മിക്സ് പരുവത്തിലേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇപ്പം പകുതി വേവേ ആയിട്ടുള്ളൂ. ഒരു 10-15 മിനിറ്റും കൂടി നമ്മളിത് വെക്കണം. ശരിക്കും ഒരു അരമണിക്കൂർ ചെറുതയിലിട്ട് വേവിച്ചാൽ മാത്രമാണ് കറക്റ്റ് പരുവത്തിന് ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഒരു 10-15 മിനിറ്റോളം ഇത് തുറന്ന് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. ആദ്യം അടച്ചു വെച്ച് വേവിച്ചു, ഇനി കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അധികം ഗ്രേവി ആക്കി എടുക്കുന്നില്ല, ഒന്ന് കുറുകി ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് ഗ്രേവി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം ഇത് മിക്സ് ആക്കിയിട്ട്, അതായത് ഒരുപാട് ഗ്രേവി വേണ്ട, എന്നാൽ ആവശ്യത്തിന് ഗ്രേവിയും വേണം, ആ ലെവലിലോട്ട് നമുക്ക് ഇത് ആക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് അതെല്ലാം ഇഷ്ടമെന്നുണ്ടെങ്കിൽ നന്നായി പുരട്ടി എടുക്കാവുന്നതാണ്. ഏതായാലും കുഴപ്പമില്ല. നോക്കൂ, നമ്മുടെ ക്രാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്.
ഇനി ഇതിരിക്കും തോറും ഒന്നും കൂടി കുറുകി വന്നോളും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെന്തിട്ടുണ്ടാവുമെന്ന്, പക്ഷേ വെന്തിട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് നമ്മൾ ഇടുമ്പോഴത്തെ ക്രാബിൻ്റെ കളറും അതുപോലെ ഇത് വെന്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ക്രാബിൻ്റെ കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ കണ്ടോ ഓറഞ്ച് കളറിൽ അതിൻ്റെ കൊമ്പിൻ്റെ ഭാഗമൊക്കെ ആയി കഴിഞ്ഞിരിക്കണത്. അപ്പോൾ അതൊക്കെ വേഗം വേഗം വേവുന്ന സംഭവത്തിൻ്റെ അടയാളങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നിർത്താം. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ നോക്കൂ, നമ്മുടെ ക്രാബ് ചൂടാറിയതിന് ശേഷം തീയൊക്കെ ഓഫാക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ഞാനതൊന്ന് മറച്ചിട്ട് നന്നായി വരട്ടിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ അതാ എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ ക്രാബിനെ ഞാനൊന്ന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിക്കി പരട്ടി വരട്ടി എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സംഭവം സൂപ്പർ അടിപൊളി ക്രാബ് റോസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ നന്നായി ഒന്നും കൂടി വരട്ടാം. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി വരട്ടിയ ഒന്നുകൂടി നല്ലോണം വരട്ടി എടുക്കുമ്പം അതിൻ്റെതായൊരു ടേസ്റ്റ് ഒന്നുകൂടി കൂടും. പക്ഷെ ഇപ്പോൾ ടേസ്റ്റ് ഇല്ല എന്നല്ലാണ്ട് പറയണം, ഇപ്പോഴും ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് രസമുള്ള നമ്മുടെ നാവിൽ മറന്നു പോകാത്തൊരു രുചിയാണ് നമ്മുടെ ഈ ക്രാബ് റോസ്റ്റിൻ്റെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് പറയണം, ലൈക്ക് തരണം, ഷെയർ തരണം മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വിഭവമായിട്ട് കാണുന്നത് വരെ ബായ്.